കേന്ദ്ര ബജറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രത്യേക പാക്കേജുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനും വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെയുള്ള ഭൂഗർഭ റെയിൽപാതയ്ക്കും ഫണ്ട് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിന് 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യമാണ് കേന്ദ്ര ബജറ്റിൽ ഇടം പിടിക്കാതെ പോയത്. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രീകരിച്ച് തുടങ്ങാനിരുന്ന വൻകിട പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ബാധ്യതയായി മാറി. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ സാമ്പത്തിക ഇടനാഴിയാണ് ഇതിൽ പ്രധാനം. 1456 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ടൗൺഷിപ്പ്, റെസിഡൻഷ്യൽ മേഖല, വ്യവസായ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിക്ക് വമ്പൻ നിക്ഷേപങ്ങൾ ആവശ്യമാണ്. ഈ പദ്ധതിക്കായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ പ്രത്യേക പാക്കേജ് മാത്രമേ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ട പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തിനായി ഇതുവരെ ചെലവിട്ട 8500 കോടിയിൽ 5500 കോടിയും കേരളത്തിൻ്റെതാണ്. കേന്ദ്രം അനുവദിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. കേന്ദ്ര ബജറ്റിൽ നിന്ന് പുറത്തായതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി സാധ്യതകൾ സംസ്ഥാന ബജറ്റിനെ കൂടി ആശ്രയിച്ചാകും. വിഴിഞ്ഞത്തെ സമഗ്ര വികസനത്തിനായി പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന സൂചനയാണ് ധനമന്ത്രിയും നൽകുന്നത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.